സുവിശേഷ ഭാഗം മത്തായി 6:6-7-8 മത്തായി 6:6 നമ്മൾ ഒരുവിധം കഴിഞ്ഞ മാതിരിയാണ്. 7-8 പ്രാർത്ഥിക്കുമ്പോൾ വിജാതിയരെ പോലെ നിങ്ങൾ അധിഭാഷണം ചെയ്യരുത്. അധിഭാഷണം വഴി തങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് അവർ കരുതുന്നു. നിങ്ങൾ അവരെ പോലെ ആകരുത്. നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ മിശിഹായ്ക്ക് സ്തുതി. ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മളെ വളരെ ശക്തമായ അഭിഷേകത്തിലൂടെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ നമ്മുടെ ക്ലാസ്സും 300-ാം നമ്പർ മുതൽ അഭിഷേകമാണ്. ക്ലാസ് മുന്നോട്ട് പോകുന്നില്ല, പക്ഷേ അഭിഷേകം മുന്നോട്ട് പോകുന്നുണ്ട്. കോൺടെംപ്ലേഷൻ പ്രേയറിനെ കുറിച്ചുള്ള 300-ാം നമ്പർ ഒരു ഭയങ്കര അനുഭവമാണെന്ന് പറഞ്ഞ് ഒരുപാട് പേര് അത് പ്രാക്ടീസ് ചെയ്ത് അതിൻ്റെ വലിയ അനുഭവത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ശരിക്ക് ഭയങ്കര ഒരു ചാരിതാർത്ഥ്യമുണ്ട്, ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. നമ്മൾ ട്രിഗ്നോമെട്രിയും ആൾജിബ്രയും എല്ലാം പഠിച്ചു. അതും കർത്താവ് തന്ന ബുദ്ധിയാണ്. പക്ഷെ ആ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് സുവിശേഷം പഠിക്കാൻ പറ്റില്ല. അത് പോരാ. മറിച്ച് എന്ത് വേണം? ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന അഭിഷേകം നിങ്ങളെല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. 1 യോഹന്നാൻ 2:27. ഈശോയുടെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ തന്നെ 30 വർഷം അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചിരുന്ന ഈശോ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലാണ് പിന്നെ എല്ലാം ചെയ്യണത്. ആദ്യ പ്രഘോഷണം തന്നെ പറയണ ഇതാണ്: കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എന്തിനാ? സുവിശേഷം പ്രഘോഷിക്കാൻ. അപ്പൊ ആ അഭിഷേകമാണ് ഈ സകലത്തിന്റെയും താക്കോൽ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വന്നിട്ട് പിന്നെ നമുക്ക് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. നമുക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. നമ്മളെ അങ്ങ് പറപ്പിക്കും. നമ്മളിലൂടെ കർത്താവ് പല കാര്യങ്ങളും ചെയ്യും. അങ്ങനെ ഒരു പുതിയ തരംഗമുണ്ടാവണം. ഒരു പുതിയ സുവിശേഷത്തിന് ഒരു പുതിയ മാർഗമുണ്ടാകണം. സുവിശേഷ പ്രഘോഷണത്തിന് ഒരു പുതിയ മാർഗമുണ്ടാകണം. ഇത് മാർപ്പാപ്പ 2013 സുവിശേഷത്തിന്റെ ആനന്ദത്തിന്റെ ആദ്യത്തെ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. സുവിശേഷ പ്രഘോഷണത്തിന് ഒരു പുതിയ മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ആത്മാവിൽ, പരിശുദ്ധാത്മാവിൽ കൂടെ പ്രഘോഷിക്കുന്നതിലാണ് ആ പുതിയ മാർഗം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നലെ ഒറ്റ വാക്കാണ് നമ്മൾ ഇന്നലെ മുഴുവനും നയിച്ചത്: ആത്മാവിന്റെ തീഷ്ണത. ആത്മാവിന്റെ തീഷ്ണത വിശുദ്ധ അഗസ്തീനോസ് ആണ് പറയണത്. അപ്പോൾ അതൊന്നുകൂടി നമ്മൾ വായിക്കാം. അതിൻ്റെ അവസാന ഒറ്റ സെന്റൻസ് ആണ്. അതായത് ഒരുപാട് നീളത്തിലുള്ള പ്രാർത്ഥനയിലൂടെ അല്ല എന്നുള്ളതിനെ, പക്ഷേ അവ വളരെ ചെറുതായിരുന്നു. വേഗം ചെല്ലുന്ന സുഹൃത ജപങ്ങൾ പോലെ. അതാണ്, നിങ്ങൾ ഒരുപാട് നീണ്ട പ്രാർത്ഥനകളും അതിന് വിപരീതമായിട്ടുള്ള ഒന്നാണ് സുഹൃത ജപങ്ങൾ. സുഹൃത ജപങ്ങൾ ഈ വാക്കൊക്കെ സാധാരണ കന്യാസ്ത്രീമാരുടെ ഫോർമേഷൻസിലേക്ക്, പക്ഷെ നമ്മളുടെ മനസ്സിലും ഈ സുഹൃത ജപങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനെ ഇംഗ്ലീഷിൽ ഇജാക്കുലേഷൻ പ്രയർ എന്ന് പറയും. അതിന് മറ്റൊരു വാക്ക് ഇജാക്കുല എന്ന് പറഞ്ഞാൽ അമ്പെയ്യുന്ന പോലെ. യാക്കുല, ജാവലിംഗ് ത്രോ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ജാവലിംഗ് ത്രോ നമ്മൾ സ്കൂളിലൊക്കെ സ്പോർട്സിന്റെ ഒരു ഐറ്റമാണ് ജാവലിംഗ് ത്രോ. ജാവലിംഗ്, ആ ജാവലിംഗ് ആണ് യാക്കുൽ. ജാവലിംഗ് ത്രോ അത് വളരെ ശക്തമായിട്ട് തുളച്ചു കയറുന്ന ഒരു കാര്യമാണ്. അങ്ങനത്തെ പ്രാർത്ഥന. എന്താ ആ പ്രാർത്ഥനയുടെ അർത്ഥം? എങ്ങനെയാണ് ആ പ്രാർത്ഥന? ആ പ്രാർത്ഥനയ്ക്കാണ് സങ്കീർത്തനങ്ങൾ അല്ലെങ്കിൽ വചനത്തിലെ ചില വാക്കുകൾ, ഈശോ പറഞ്ഞിരിക്കുന്ന ചില വാക്കുകൾ. ഈശോയുടെ വാക്കുകൾ ഈശോ തന്നെയാണ്. ഈശോ പറഞ്ഞിരിക്കുന്ന ചില വാക്കുകൾ, ഈശോ പറഞ്ഞിരിക്കുന്ന 7 ഐ ആം സെയിങ്സ്. ഞാനാകുന്നു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം, ഞാനാകുന്നു പുനരുത്ഥാനവും ജീവനും. യാക്കുല, സുഹൃത ജപം. സുഹൃത ജപം എന്ന് പറയുമ്പോൾ അതിനൊരു ഫീല് വരുന്നില്ല. സുഹൃത ജപം എന്ന് പറഞ്ഞാൽ അത് ഒരു ഇജാക്കുലേറ്റിംഗ്, അതിങ്ങനെ അതിശക്തമായിട്ട് ചീറ്റി വരുന്ന ഒരു പ്രാർത്ഥനയാണ്. അതാണ് സുഹൃത ജപം. അതിന് മലയാളത്തിൽ സുഹൃത ജപം എന്ന് പറയുമ്പോൾ ആ ഒരു ഫീല് വരുന്നില്ല. അതിൻ്റെ ഒറിജിൻ യാക്കുൽ, അമ്പെയ്യുന്ന പോലെ. സങ്കീർത്തനത്തിൽ കർത്താവാണെൻ്റെ ഓഹരിയും പാനപാത്രവും, കണ്ടോ? കർത്താവാണെൻ്റെ ഓഹരി, അല്ലെങ്കിൽ കർത്താവാണെൻ്റെ കോട്ടയും രക്ഷയും വിമോചകനും. ഒരു സെന്റൻസ് മാത്രം, അതിൻ്റെ അകത്ത് എല്ലാ രഹസ്യങ്ങളും അടങ്ങിയിരിക്കുന്നു. കർത്താവിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം, അവിടുന്നാണ് എനിക്ക് രക്ഷ
നൽകുന്നത്. കണ്ടോ, അത് തന്നെ ഇങ്ങനെ ശക്തമായിട്ട് പറയുക, അതൊരു പ്രാർത്ഥനയാണത്. അപ്പൊ അതിൻ്റെ വിശ്വാസമാണ്, അതിലുള്ള വിശ്വാസം. കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും, എൻ്റെ ഭാഗധേയം അവിടത്തെ. ഓക്കെ, ഇവിടെ ആ സുഹൃത ജപങ്ങൾ പോലെ എന്ന് വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞു. ഇതെല്ലാം ഈശോ പറഞ്ഞു, നിങ്ങളുടെ അധിഭാഷണം കൊണ്ട്, കുറെ നേരം നീണ്ട പ്രാർത്ഥനകൾ കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കരുത്. അത് പ്രാർത്ഥിക്കുമ്പോൾ വിജാതീയരെ പോലെ നിങ്ങൾ അധിഭാഷണം ചെയ്തത്, അധിഭാഷണം വഴി നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് അവർ കരുതുന്നു. ഇതിനെക്കുറിച്ച് ഇപ്പോൾ വളരെ മനോഹരമായ ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാർപ്പാപ്പ ഇതേ സബ്ജക്റ്റ് തന്നെയാണ് പ്രാർത്ഥനയെക്കുറിച്ചുള്ള കാറ്റക്കിസത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈശോ തന്നെ പ്രാർത്ഥിക്കുന്ന കാര്യമാണ്. ഈശോ തന്നെ പ്രാർത്ഥനക്കാരനാണ് എന്ന് പറഞ്ഞാൽ ഈശോ ആണ് ഏറ്റവും വലിയ പ്രാർത്ഥനക്കാരൻ. ഈശോ നിത്യപുരോഹിതനാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ യേശുവിൽ നിന്നാണ് പ്രാർത്ഥന പഠിക്കുന്നത്. യേശു പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് പ്രാർത്ഥനയിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ അധിഭാഷണത്തിലൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രയോജനമില്ല, വിശ്വാസത്തിൻ്റെ ഒരു ശബ്ദം മതി. ഓക്കെ, ഇനി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈശോ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മളുടെ കുറേ വാക്കുകൾ കൊണ്ടല്ല പ്രാർത്ഥന ഉണ്ടാകേണ്ടത്. അതാണ്, നമ്മുടെ കുറേ വാക്കുകളല്ല, മറിച്ച് ദൈവത്തിൻ്റെ വാക്കുകളിലൂടെയാണ് പ്രാർത്ഥന. സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന തന്നെ യേശു ദൈവത്തിൻ്റെ പിതാവിൻ്റെ ശബ്ദം തന്നെയാണത്, ദൈവവചനമാണത്. അതാണ്. ഞാൻ ഒരിക്കൽ ഒരാളോട് ചോദിച്ചു, നീ ഒരു ദൈവവചനം ഒന്ന് പറഞ്ഞേ, ഈശോ പറഞ്ഞൊരു വചനം ഒന്ന് പറഞ്ഞേ, ഒരു പ്രാർത്ഥനയായിട്ട് ഈശോ പറഞ്ഞ ഒരു വചനം ഒന്ന് പറഞ്ഞിട്ട് അവനൊന്നും കിട്ടണില്ല. കുറെ നേരം ചിന്തിച്ചിരുന്നിട്ടും അവനൊന്നും കിട്ടണില്ല. അതുപോലെ ഈശോ പറഞ്ഞ ഒരു വചനം എടുത്ത് നീ പ്രാർത്ഥിക്കേ. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന അറിയോ? പിന്നെ അതെനിക്കറിയാം. അപ്പൊ അതാര് പറഞ്ഞതാ? അത് ഈശോ പറഞ്ഞ വചനമാണത്. അങ്ങനെ ഞാൻ അതിനെ മനസ്സിലാക്കിയിട്ടില്ല. സ്വർഗസ്ഥനായ അങ്ങനെ പല പൂലാണവേ, അതുകൊണ്ട് ആഹാരം ഇങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ അത് ഈശോ പറഞ്ഞ ദൈവവചനമാണ്, പിതാവിൽ നിന്ന് ഈശോ സ്വീകരിച്ച വചനമാണ്. ആ വചനത്തിലൂടെ പ്രാർത്ഥിക്കാനാണ് ഈശോ നമ്മളോട് പറയുന്നത്. അവിടെ അധിഭാഷണമില്ല, ദൈവഭാഷണമാണ്. ദൈവം പറഞ്ഞ വാക്കുകളാണ് നമ്മുടെ പ്രാർത്ഥനയായി മാറുന്നത്. ദൈവം പറഞ്ഞ വാക്കുകൾ, ദൈവം തന്നെ നമ്മളോട് പറയാണ്, നീ ഈ രൂപത്തിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ എളുപ്പം കാര്യം എനിക്ക് എളുപ്പം മനസ്സിലാവും, നിന്റെ പ്രാർത്ഥന എനിക്ക് കേൾക്കാൻ പറ്റും. എന്തോ ഒരു വലിയ രഹസ്യമാണല്ലേ, എന്തോ ഒരു വലിയ രഹസ്യമാണ്. ദൈവം ഇതിൽ കൂടുതൽ എന്താ തരണേ? നീ എനിക്ക് ഇന്നമാതിരി പ്രാർത്ഥിക്കുക, അപ്പൊ ഞാൻ നിനക്ക് വേണ്ടതെല്ലാം ചെയ്തു തരാം. അത്രയും വരെ പറഞ്ഞു തന്നേക്കണം. എന്നിട്ട് ഈശോ പറയാണ്, നീ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ നിനക്കെന്താ വേണ്ടതെന്ന് നിന്റെ പിതാവിനെ അറിയാമോ ഇല്ലയോ? അതാണ് ഭയങ്കര രസമാണത്. അപ്പൊ ഈ കോൺഫിഡൻസ് ആണ് നമുക്ക് വേണ്ടത്. ഈ കോൺഫിഡൻസ്, ഈ ആത്മധൈര്യം, അതായത് ഞാൻ എന്ത് ചെയ്യണമെന്നുള്ളത് ഞാനല്ല തീരുമാനിക്കേണ്ടത്, ഞാൻ എന്ത് പ്രാർത്ഥിക്കണമെന്നത് പോലും ഞാനല്ല തീരുമാനിക്കേണ്ടത്. അതുവരെ കർത്താവ് നമ്മൾക്ക് ഇട്ട് തരികയാണ്. നീ ഇന്നത് പ്രാർത്ഥിച്ചോ, നീ പ്രാർത്ഥിക്കണതിന് മുമ്പ് തന്നെ ഞാൻ നിനക്ക് വേണ്ടതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീ ആ ഐറ്റം അങ്ങ് ചോദിക്കുകയാണെങ്കിൽ എളുപ്പം കാര്യം നടത്തും. മറിച്ച് ഞാൻ അവിടെ നിനക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു സാധനമുണ്ട്, പക്ഷെ നീ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ സാധനമാണ്. ഇപ്പം ഞാൻ ആകെ എന്ത് ചെയ്യും, ഞാൻ എന്ത് ചെയ്യും പറയും. അപ്പം അതുകൊണ്ടാണ് നീ ഇന്നമാതിരി പ്രാർത്ഥിക്കാൻ പറയണത്. ഞാൻ നിനക്ക് വേണ്ടി എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അവിടെ. അതുകൊണ്ട് അത് നീ ചോദിക്കൂ. അത് നീ ചോദിക്കുകയാണെങ്കിൽ അത് എളുപ്പം നിന്റെ പേരിൽ അവിടെ വെച്ചേക്കണതാണ്. ഞാൻ അറിയ പോലും വേണ്ട, അത് അവിടെയുള്ള ആൾക്കാർ നിനക്ക് തന്നോളും. ഏതുപോലെ ഞാൻ മുമ്പ് പറഞ്ഞേക്കുന്ന കാര്യമാണ്, വീണ്ടും പറയാണ്. ആ രക്തസ്രാവക്കാരി പെണ്ണിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. അവള് ഈശോ അറിയാതെ പതുക്കനെ വന്നിട്ട് ഈശോയുടെ മേല് തൊടാൻ അനുവാദമില്ല. അവള് രക്തസ്രാവക്കാരിയാ, അതുകൊണ്ട് മേല് തൊടാൻ പാടില്ല. അത് അയിത്തമാണ്, അത് പാപമാണ്. പക്ഷെ എനിക്കത് വേണ്ട, എനിക്ക് അവന്റെ ആ വസ്ത്രത്തിലെങ്കിലും ഒന്ന് തൊട്ടാൽ
എൻ്റെ രോഗം മാറും എന്ന് അവൾ വിശ്വസിച്ചു. കണ്ടോ, വിശ്വാസത്തിൻ്റെ ഒരു ലെവൽ നോക്കിയേ. അവള് പതുക്കനെ ജനങ്ങളുടെ ഇടയിലൂടെ പതുക്കനെ വന്നിട്ട് അതില് ഒന്ന് തൊട്ടു. ഷോക്ക് അടിച്ച മാതിരി പവർ ഇങ്ങോട്ട് വന്നു. ഉടനെ ഈശോ തിരിഞ്ഞ്, ആരാണ് എന്നെ തൊട്ടത്? ആരാണ് എന്നെ തൊട്ടേ? എന്ത് കർത്താവ് പറയണേ? ആൾക്കാർ അവിടെ തിങ്ങിക്കൂടിയിരിക്കണു. ആരാ തൊട്ടേന്നോ? ഇല്ല, എന്നിൽ നിന്ന് ആരോ ശക്തി വലിച്ചെടുത്തിരിക്കണം. ശടാ, അങ്ങറിയാതെ അങ്ങയുടെ ശക്തി വലിച്ചെടുത്തുന്നാ. അപ്പൊ ഇതിനെക്കുറിച്ച് നമ്മളിങ്ങനെ ധ്യാനിക്കുമ്പോൾ ഞാൻ ഒരിക്കൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, അതെങ്ങനെ അങ്ങറിയാതെ അങ്ങയുടെ ശക്തി പോണത്? അങ്ങറിയാതെ അങ്ങയുടെ ശക്തി വലിച്ചെടുക്കാൻ പറ്റുമോ? അതിന്റെ അർത്ഥം എന്താ? കണ്ടോ, ഇതിൽ കൂടുതൽ എന്താ വേണ്ടേ? പറയ്. ഇതൊരു പ്രാർത്ഥനയാ. അങ്ങറിയാതെ അങ്ങയുടെ ശക്തി വലിച്ചെടുക്കാനുള്ള പ്രാർത്ഥന. ഇനി ഏത് വേണം? അങ്ങറിയാതെ അങ്ങയുടെ ശക്തിയെ വലിച്ചെടുക്കാം. അപ്പോ ഈശോ പറയാണ്, എടാ മോനെ, പിതാവ് എന്നെ നിങ്ങൾക്ക് അങ്ങ് തന്നേക്കല്ലേ. ഏതാ വചനം? എന്നിട്ട് ഈ വചനം പറഞ്ഞു, യോഹന്നാൻ 3:16-17. 3:16. ദൈവം ലോകത്തെ ഇത്രമാത്രം സ്നേഹിച്ചു, തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം സ്നേഹിച്ചു, അവനിൽ വിശ്വസിക്കുന്നവരാരും തന്നെ നശിച്ചു പോകാതെ. അപ്പൊ ദൈവം തൻ്റെ ഏകജാതനെ നമുക്ക് തന്നിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ അവന്റെ ശക്തി ഉപയോഗിക്കുന്നില്ല. അവനെ നമുക്ക് തന്നിരിക്കുകയാണ്. നിങ്ങൾ എന്തുവേണം ചെയ്തോ, നിങ്ങൾ അവനെ കടിച്ച് കീറി തിന്നോടാ മക്കളെ. അവനെ നിങ്ങൾ അങ്ങ് ഭക്ഷിക്കേ. ഇത്രയും വരെ എത്തിയേക്കാൾ അവനെ ഭക്ഷിക്കുന്നവൻ അവനെ പോലെയാകും. അതാണ് കോർപ്പസ് ക്രിസ്റ്റി. പക്ഷേ നമ്മളതിൻ്റെ ഗുട്ടൻസ് മനസ്സിലാക്കുന്നില്ല. നമ്മൾ തന്നെ പല കാര്യങ്ങളും ചിന്തിച്ചിരിക്കുകയാണ്. ഇങ്ങനെ പ്രാർത്ഥിച്ച ഇന്നത് കിട്ടും, ഇന്ന പ്രാർത്ഥിച്ച അത് കിട്ടും, ഇന്നത് ഇത്ര പ്രാവശ്യം പ്രാർത്ഥിച്ച ഇന്നത് കിട്ടും. ഈ കഷ്ടപ്പാട് ഒന്നും പോകണ്ട, ഒന്ന് തൊട്ടാൽ മതി. ഒന്ന് തൊട്ട്, അവനൊന്ന് തൊട്ട്. അവൾ അത്രയോ ചെയ്തുള്ളൂ, അവനൊന്ന് തൊട്ടുള്ളൂ. അവനൊന്ന് തൊട്ടാ മതി, എൻ്റെ സകല പ്രശ്നവും മാറും. ഈ പ്രാർത്ഥന കണ്ടുപിടിക്കണം കേട്ടോ. നീ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ പിതാവ് എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. അവന് ഒന്ന് തൊട്ടാ മതി, ഒന്ന് തൊട്ടാ മതി. പക്ഷെ നമ്മളപ്പോ ആ ക്രിസ്തു കേന്ദ്രീകൃതത്വം അല്ലെങ്കിൽ നമ്മള് ചെറിക്കോ പ്രയർ നടത്തും, 7 പ്രാവശ്യം കോട്ടയ്ക്ക് ചുറ്റും കറങ്ങി. അതേമാതിരി ഇപ്പൊ നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കുക. എന്താവശ്യം അതിന്റെ? എന്താ അതിന്റെ അർത്ഥം? നമ്മള് 7 കൂതാശകളാണ് അതിന്റെ അർത്ഥം. ഇന്നത്തെ അവസ്ഥയിൽ ജെറിക്കോയുടെ മതിലുകൾ വീണു, ജെറിക്കോക്ക് ചുറ്റും 7 പ്രാവശ്യം കറങ്ങിയ മാതിരി ഇപ്പോഴും നമ്മൾ ആ സ്ഥലത്തെ സങ്കല്പിച്ചുകൊണ്ട് കറങ്ങുകയൊക്കെ ചെയ്യണ പല പ്രാർത്ഥനകളുണ്ട്. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതെല്ലാത്തിനെയും പൂർത്തീകരിച്ച കർത്താവ് ഈശോ മിശിഹ നമ്മുടെ അകത്തുണ്ട്. അവനെ ഒന്ന് തൊടൂ, അവനൊന്ന് തൊടൂ. എന്ത് വേണം? ജെറിക്കോ പ്രാർത്ഥന നടത്തണോ? അവനൊന്ന് തൊടണോ? ഏതാ ഏറ്റവും ശക്തി? ഞാൻ നേരെ പറയാണിത്. ഇത് പറയുമ്പോൾ നിങ്ങൾ വിഷമിക്കരുത്. അയ്യോ, ജെറിക്കോ പ്രാർത്ഥന നടത്തണ ഒരു വിഷമം ഉണ്ടാവില്ലേ? പിന്നെ നമ്മൾ എങ്ങനെ വളരും? ഈ രക്തസ്രാവക്കാരി എന്ത് ചെയ്തു? അവളുടെ പ്രശ്നം മാറാൻ വേണ്ടി അവൾ എന്തെല്ലാം വല്ലതും ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. എന്നിട്ട് അതൊന്നും നടന്നില്ല. അവസാനം അവൾ ഒറ്റ പോയിന്റിൽ വന്നെത്തിയിരിക്കുകയാണ്. ഇവനെ ഒന്ന് തൊട്ടാ മതി, ഇവനെ ഒന്ന് തൊട്ടാ മതി. അതാണ് ഇവിടെ ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന പ്രാർത്ഥന. ഈശോ നമ്മളുടെ അകത്ത് കയറിയിരിക്കുകയാണ്. നീ എന്നെ ഒന്ന് തൊടുമോനെ, നീ എന്നെ ഒന്ന് തൊട്ടാ മതി. നിന്റെ ആത്മാവ്, നിന്റെ ജീവനെ പൂവണിയും. നോക്കിയേ, 30 വർഷം മുമ്പ് ഈ തോമസ് പോള് അങ്ങനെ ഒന്ന് തൊട്ടു. അന്ന് മുതൽ അയാളുടെ ജീവിതം മാറി. ഒന്ന് തൊട്ടു, അന്ന് മുതൽ ആ ഒരു പവർ ഒഴുകിയിട്ട് അത് നിൽക്കില്ല പിന്നെ. കാരണം ആ പവർ അങ്ങനെയാ. ആ പവർ പിന്നെ നിൽക്കാത്ത പവറാണ്, എന്നേക്കുമായിട്ട് നമ്മളിൽ പ്രവർത്തിക്കുന്ന പവറാണ്. റോമർ 8:32. സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? നമുക്കങ്ങ് മുന്നോട്ട് പോകാൻ പറ്റാത്തതിൽ നിങ്ങൾ വിഷമിക്കേണ്ട സ്നേഹമുള്ളവരെ. കർത്താവ് നമുക്ക് മുത്തുകൾ തരികയാണ്. മുത്തുകൾ ശരിക്ക് വലിയ രഹസ്യങ്ങൾ തരികയാണ്. നമ്മൾക്ക് അടിസ്ഥാനപരമായി മാറ്റമുണ്ടാകണം. അടിസ്ഥാനപരമായി മാറ്റമുണ്ടാകണം. നമ്മൾ ചെറുപ്പം മുതലേ ശീലിച്ചു വന്നിരിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ഉത്കണ്ഠപ്പെടേണ്ട. പുതിയതിനെ സ്വീകരിക്കുമ്പോൾ അത് പോയിക്കോളും. പൂർണ്ണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കും. പൂർണ്ണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കും. ഈശോ പറഞ്ഞോ, നിങ്ങൾ അവർ ചെയ്ത മാതിരി അങ്ങനെ പ്രാർത്ഥിക്ക്, ജെറിക്കോ പ്രയർ നടത്ത്, ആ പ്രാർത്ഥന നടത്ത്. പഴയ നിയമത്തിൽ ഇങ്ങനെ ഈശോ അതൊന്നും പറഞ്ഞില്ല. കംപ്ലീറ്റ് പുതിയ ഒരു ശൈലിയാണ് ഈശോ. അപ്പസ്തോലന്മാർക്ക് മനസ്സിലായി
ഇവര് ഈ ഫരിസേയരും നിയമജ്ഞരും പഴയ നിയമ കേന്ദ്രീകൃതമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രാർത്ഥനയിൽ നിന്നും വ്യത്യസ്തമായ ഒരു രീതിയിലാണ് യഹൂദനായ യേശു പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ഭയങ്കര കാര്യങ്ങൾ നടക്കുകയാണ്. അവൻ തൊടുമ്പഴിക്ക് അത്ഭുതം നടക്കുന്നു. അവനൊരു വാക്ക് പറയുമ്പോഴേക്കും കുഷ്ഠരോഗം മാറുന്നു. അവനൊരു വാക്ക് പറയുമ്പോഴേക്കും സൗഖ്യം ഉണ്ടാകുന്നു. അതെന്ത് പ്രാർത്ഥന? അവർ യേശുവിൻ്റെ അടുത്ത് വന്ന് അതെങ്ങനെയാണ് ഈ അത്ഭുതം ഒക്കെ നടത്തുന്നതെന്നൊന്നും ചോദിച്ചില്ല. അവർ പറഞ്ഞു, അവർക്ക് മനസ്സിലായി യേശുവിലൂടെ നടക്കുന്ന ഈ അത്ഭുത കൃത്യങ്ങളുടെ എല്ലാം സൂത്രം അവൻ്റെ പ്രാർത്ഥനാ രീതിയാണ്. അവൻ്റെ പ്രാർത്ഥനാ രീതി. കർത്താവേ, അങ്ങ് പ്രാർത്ഥിക്കണ പോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ. സന്തോഷായി. ഒരു തട്ടുത്തരവും കൊടുത്തില്ല. ഇങ്ങനെ പ്രാർത്ഥിക്കണം, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഫരിസേയരും നിയമജ്ഞരെയും പോലെ അതിഭാഷണം നടത്തരുത്. ഒരുപാട് പ്രാർത്ഥിക്കുകയും വേണ്ട. കൃത്യമായ ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഒരു വിജാതീയനായിട്ട് പോലും ആ ശതാധിപൻ പറഞ്ഞ് അങ്ങയുടെ ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഒരുപാട് ഒന്നും അങ്ങ് ചെയ്യണ്ട. തീഷ്ണതയാണ്. വിശ്വാസമാണ്. അവിടെ വിശ്വാസമാണ്. ആത്മാവിൻ്റെ തീഷ്ണത ബലപ്രയോഗം കൊണ്ട് സൃഷ്ടിച്ചാൽ ദീർഘനേരം നിലനിൽക്കുകയില്ല എന്ന് ഇവിടെ വേണ്ട വിധം കാണിച്ചിട്ടുണ്ട്. അത് ദീർഘനേരം നിലനിന്നാൽ ബലാത്കാരം കൊണ്ട് തകർക്കരുത്. അപ്പോൾ പ്രാർത്ഥന ഏറെ സംസാരിച്ചു കൊണ്ടുള്ളതായിരിക്കരുത്. എന്നാൽ യാചനകൾ ഇല്ലാത്തതുമായിരിക്കരുത്. യാചന ഉണ്ടാകാം. തീവ്രതയുള്ള ചൈതന്യത്തെ കണ്ടോ, എത്ര പദപ്രയോഗങ്ങളാണ്. തീഷ്ണത, ആത്മാവിൻ്റെ തീഷ്ണത. ഇപ്പോൾ മറ്റൊരു വാക്ക് വന്നിരിക്കുകയാണ്, തീവ്രതയുള്ള ചൈതന്യത്തെ പിന്തുണയ്ക്കണമെങ്കിൽ അങ്ങനെ ചെയ്യണം. പരിശുദ്ധാത്മാവേ ഒരു തീവ്രതയുള്ള ചൈതന്യമാണ്, തീഷ്ണതയുള്ള ചൈതന്യമാണ്. അതിൻ്റെ കൂടെ മന്ദോഷ്പരായ കുറെ ആൾക്കാരെ പോയി കഴിഞ്ഞാൽ ഒരു പ്രയോജനമില്ലാന്ന് ഒരുപാട് പുസ്തകത്തിൽ കേട്ടിട്ടില്ലേ? തുപ്പിക്കളയുന്നു. ഒന്നില്ലെങ്കിൽ തണുപ്പ്, അല്ലെങ്കിൽ ചൂട്. ഇതിൻ്റെ ഇടയ്ക്കുള്ളവരെ പറ്റില്ല. തീഷ്ണത ഉണ്ടാകണം, തീവ്രത ഉണ്ടാകണം പ്രാർത്ഥനയ്ക്ക്. തീവ്രതയുള്ള ചൈതന്യത്തെ പിന്തുണയ്ക്കണമെങ്കിൽ അങ്ങനെ ചെയ്യണം. എന്തെന്നാൽ പ്രാർത്ഥനയിൽ അമിത സംസാരം അത്യാവശ്യ കാര്യത്തിൽ ആവശ്യത്തിലേറെ വാക്കുകൾ ഉപയോഗിക്കലാണ്. അപ്പൊ ഇത് കരിസ്മാറ്റിക്കുകാർ വന്നതോടുകൂടി ഇത് കൂടുതലാകാൻ സാധ്യതയാണുള്ളത്. നമ്മളോട് ചില സമയത്തൊക്കെ വീട്ടിലോ അല്ലെങ്കിൽ നാട്ടിലോ ഒക്കെ ഉള്ള ചില കാര്യത്തിന് പ്രാർത്ഥിക്കാനായിട്ട് എന്നെ പറയുമ്പോൾ അടുത്ത് ഇരിക്കണ എൻ്റെ അടുത്ത ബന്ധുക്കർ വന്നിട്ട് ഒരുപാട് നീട്ടി പ്രാർത്ഥിക്കട്ടാ. അവർക്കറിയാം മൈക്ക് നമ്മുടെ തന്നാ പിന്നെ തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടാ. പ്രൈസ് ദി ലോർഡ്. നല്ല ഒരു കാര്യമാണത്. അപ്പൊ ഞാനത് വളരെ ഏറ്റവും ചെറുതായിട്ട് പറയാൻ നോക്കും. അത്യാവശ്യ കാര്യത്തിൽ ആവശ്യത്തിലേറെ വാക്കുകൾ ഉപയോഗിക്കലാണ്. എന്നാൽ പ്രാർത്ഥനയിൽ അമിത സംസാരം. അത്യാവശ്യ കാര്യത്തിൽ ആവശ്യത്തിലേറെ വാക്കുകൾ ഉപയോഗിക്കലാണ് അമിതമായി യാചിക്കൽ ശല്യപ്പെടുത്തലാണ്. കാരണം കർത്താവ് ഓൾറെഡി നമുക്ക് തരാനുള്ളതൊക്കെ അവിടെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. അമിതമായി യാചിക്കൽ ശല്യപ്പെടുത്തലാണ്. ഹൃദയത്തിന്റെ സ്ഥിരം ചൂടുകൊണ്ട് അവിടത്തെ ശല്യപ്പെടുത്തും. അവിടത്തോടാണ് നാം പ്രാർത്ഥിക്കുന്നത്. മിക്കപ്പോഴും ഇത് വാക്കുകൾ കൊണ്ട് എന്നതിനേക്കാൾ കൂടുതലായി നെടുവീർപ്പ് കൊണ്ടായിരിക്കും നടക്കുന്നത്. സംസാരത്തെക്കാൾ കൂടുതലായി വിലാപം കൊണ്ടായിരിക്കും. ആ വിധവയുടെ മകൻ മരിച്ചു, അവൾക്ക് അങ്ങ് കരച്ചിലാണ് അവൾ. കണ്ടോ, കർത്താവ് ദൂരെ നിന്ന് അവളുടെ കരച്ചിൽ മനസ്സിലാക്കി കർത്താവ് അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവൾ കർത്താവിനോട് ഒന്നും പ്രാർത്ഥിക്കുന്നില്ല. പക്ഷേ അവൻ അവളുടെ കണ്ണുനീര് തുടച്ചു. എന്നിട്ട് പറഞ്ഞു, ആ ശവമഞ്ചം കൊണ്ടുവന്നവരോട് പറഞ്ഞു, നിർത്തു. ശവസംസ്കാരത്തിന് ശവമഞ്ചം തോളിലേറ്റിക്കൊണ്ട് പോവുകയാണ്. അവരോട് പറഞ്ഞു സ്റ്റോപ്പ്. എന്നിട്ട് ആ ശവമഞ്ചത്തിൽ അവനെ തൊട്ടിട്ട് പറഞ്ഞു, യുവാവേ എഴുന്നേൽക്കുക. അവൻ ആ ശവമഞ്ചത്തിന്റെ മുകളിൽ നിന്ന് ചുവന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ മുകളിൽ എഴുന്നേറ്റേക്കണം. ആലോചിച്ചോ, അവരെന്ത് പ്രാർത്ഥന പ്രാർത്ഥിച്ചു? അവർ കരഞ്ഞു,
ചുമ്മാ കരഞ്ഞു. ഞാനിത് പറയാറുണ്ട്. ഒരിക്കലും ഞാനും പനക്കലച്ചനും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണേടത്ത് പനക്കലച്ചൻ ഞങ്ങളുടെ പഴയ കാലത്തെ ചില ഓർമ്മകൾ ഇങ്ങനെ പറയാണ്. അപ്പൊ അവിടെ ഒരു സഹോദരി, ഒരു ഹൈന്ദവ സഹോദരിയാണ്. അവളുടെ വിശ്വാസം വന്നിട്ട് പറയാണ്, അച്ചോ ഇന്നലെ ഇന്ന സ്ഥലത്ത് പോയി ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അത് പെട്ടെന്ന് സുഖമായി. അച്ഛനത് കേട്ടിട്ട് അപ്പൊ അങ്ങനെ ഓരോ ദിവസം അവൾ വന്നു. അപ്പൊ അവളോട് ചോദിച്ചു, നീ എന്താ പ്രാർത്ഥിച്ചേ? തളർവാദ രോഗി സുഖമായി. പിന്നെ ഒരുപാട് രോഗശാന്തികളുടെ കാര്യങ്ങളൊക്കെ അവൾ പറയാണ്. നീ എന്താ പ്രാർത്ഥിച്ചേ? എന്റെ അച്ഛൻ എനിക്ക് പ്രാർത്ഥിക്കാറെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്നൊരു കരച്ചിലും കരച്ചു. ഞാൻ അവിടെ നിന്ന് അങ്ങ് കരഞ്ഞു. കരച്ചിൽ കഴിഞ്ഞപ്പോ ആൾ എഴുതിട്ട് വന്നു. അതാണ് വാക്കുകളല്ല, നമ്മുടെ വാക്കുകൾ, നമ്മുടെ അതിഭാഷണം കൊണ്ട് കർത്താവ് കേൾക്കുമെന്ന് അവർ കരുതുന്നു. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഇത് വാക്കുകൾ കൊണ്ട് എന്നതിനേക്കാൾ കൂടുതലായി നെടുവീർപ്പുകൾ കൊണ്ടായിരിക്കും നടക്കുന്നത്. സംസാരത്തെക്കാൾ കൂടുതലായി വിലാപം കൊണ്ട്. കുറച്ചു നാൾ മുമ്പ് മരിച്ചുപോയ ഒരു ജോർജ് കാരാമയിൽ അച്ഛൻ, പാറ്റ്നയിലുള്ളതാണ്. ജോർജ് കാരാമയിൽ ജെസൂട്ട് അച്ഛൻ. ഞാനും നായക്കാമ്പറമ്പിൽ അച്ഛനൊക്കെ ഒരുമിച്ച് അവിടെ ധ്യാനം നടത്തുമ്പോൾ അച്ഛൻ അവിടത്തെ നമ്മളെ സഹായിക്കുകയും അങ്ങനെയാണ് അവിടെ ഒരു ധ്യാന കേന്ദ്രമൊക്കെ ഉണ്ടായി. ആ അച്ഛൻ്റെ ഒരു പ്രത്യേകത, അച്ഛൻ പ്രാർത്ഥിക്കാൻ വന്ന് മുട്ടുകുത്തുമ്പോഴേക്കും കണ്ണീർ നിന്ന് ഇങ്ങനെ കുടുകുടാന്ന് വെള്ളം ഒഴുകാൻ തുടങ്ങും. അപ്പൊ അച്ഛൻ അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് ആരും കാണാത്ത സ്ഥലത്ത് പോയി ഇരിക്കുള്ളൂ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ഇങ്ങനെ കണ്ണീന്ന് ഇങ്ങനെ ഒഴുക്കൽ ഇങ്ങനെ കാണാം. അതൊരു വരമാണ്. അത് ഒരുപാട് പേർക്കുണ്ട്. പക്ഷെ അവർക്കത് മനസ്സിലാവുന്നില്ല, മറ്റുള്ളവരും അത് മനസ്സിലാക്കുന്നില്ല. അതെന്താ ഈ പെണ്ണ് കരയണേ, അല്ലെങ്കിൽ അതെന്താ അച്ഛൻ അങ്ങനെ കരയണേ? അതുകൊണ്ട് കുർബാനയ്ക്കെല്ലാം കയറി കഴിഞ്ഞാൽ കുർബാന തുടങ്ങുമ്പോൾ മുതൽ കണ്ണുനീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പൊ അതെല്ലാം പ്രാർത്ഥനാ വരത്തിന്റെ വ്യത്യസ്തമായ രഹസ്യങ്ങളാണത്. നമ്മളിൽ പലർക്കും അതുണ്ടാകാം. അത് വലിയൊരു വരമാണത്. ഓക്കെ, നമുക്ക് നിർത്താം. പ്രൈസ് ദ ലോർഡ്.